ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ടൈഗർ ബിസ്ക്കറ്റും ഒരു കുപ്പി ട്രാപ്പായിട്ട് കുറച്ച് ചെറുപാരൽ പിടിക്കാണ്ട് വന്നിരിക്കുകയാണ്. നമുക്ക് വലിയ ഓവർ വലിപ്പമുള്ള പാരലൊന്നും ആവശ്യമില്ല, വളരെ ചെറിയ പാരലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കുപ്പി ട്രാപ്പിൽ ഇത് ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെ പീസൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഇതേ കുളത്തിലേക്ക് ഇടാൻ പോവാണ്. നമുക്ക് അതിൽ വല്ലതും കിട്ടും നോക്കിയൊക്കെ. ഈ കുളത്തിൽ ചണ്ടി പിടിച്ചെടുക്കുന്ന പോലെയാണ്, അതിൽ കുറേ ചെറുപാരലുണ്ട്. നമുക്കതിന് കുറച്ച് ചെറുപാരൽ വേണം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മീൻ പിടിക്കാനാണ്. നമുക്കതിൽ വല്ലതും കിട്ടുമോ നോക്കി നോക്കാം. ഒരു 10 മിനിറ്റ് ശേഷം നമ്മളിത് അടുത്ത് പൊന്തിച്ച് വെക്കാൻ പോവാണ്. കണ്ടില്ലേ, ഒരുപാട് പാരൽ അവിടെ ഓടി കിടക്കുന്നുണ്ട്. നമുക്ക് ആ കുപ്പി ട്രാപ്പിൽ വല്ലതും കിട്ടുമെന്ന് നോക്കിയൊക്കെ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അതിൽ അത്യാവശ്യം മീനൊക്കെ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം തറക്കമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കണം. അപ്പോൾ അതിനെ തുറന്ന് കാണിച്ചു തരാം എത്രത്തോളം പാരലുണ്ടെന്നുള്ളത്. അത്ര വലുതൊന്നല്ല, കണ്ടില്ലേ, ചെറിയ പാലുള്ളത്. ഇതിനെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒരു കുപ്പിയിലേക്ക് ആക്കാം. വലിയൊരു കുപ്പിയിലേക്ക് ആക്കിയില്ലെങ്കിൽ അതൊക്കെ ചത്തു പോകാൻ സാധ്യതയുണ്ട്. നമ്മളതിനെ കൊടുന്ന ഒരു കുപ്പിയിലേക്ക്, വലിയൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും മീനുകളൊക്കെ നമുക്ക് കിട്ടി ഒരൊറ്റ ഇതിൽ. ഉണ്ട്, അത്യാവശ്യമുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പറലിപിടുത്തൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി ഈ കുളത്തിലല്ല, നമ്മൾ ഈ കാണുന്ന കുളത്തിലല്ല നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്, വേറെ കുളത്തേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് വല്ലതും കിട്ടും നോക്കി നോക്കാം. അപ്പം നേരെ നമുക്ക് അവിടേക്ക് പോവാം. ഞാനവിടെ പോണ സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ അവിടെ ചൂണ്ടിട്ടുണ്ടായിരുന്നു. അവനത് പറലൊക്കെ കൊടുത്തിട്ടാണ് ചൂണ്ടിട്ട്. ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് വഴിയെ കാണാം. എന്തായാലും അവൻ്റെ ചൂണ്ടലിൽ നമുക്കൊന്ന് കണ്ടോക്കാം. അപ്പോൾ അതേ പറലും പുറത്ത് ഒരു പൊന്തൊക്കെ അങ്ങോട്ട് കാസ്റ്റ് ചെയ്താലുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ അച്ഛനൊക്കെ വന്നിട്ട് വേണം ചൂണ്ടിടാൻ, കാരണം ചൂണ്ടലൊക്കെ ആളുടെ അടുത്താണ്. ആൾ സൈക്കിളിലാണ് വരുന്നത്. ഞാൻ പറലൊക്കെ പിടിച്ചിട്ട് നേരത്തെ തന്നെ ഇങ്ങോട്ട് പോകുന്ന കാരണം ആൾ പിറകിൽ വരുന്നുണ്ട്. ആളെടുത്ത് ഇത് മാത്രമല്ല, വേറെ ടൂൾസുകളൊക്കെ ഉണ്ട്. ഇതേ വേറൊരു ചൂണ്ടലെടുത്തു. ആൾ ഇതുപോലെ പറല് പിടിച്ച് തന്നെയാണ് വന്നുള്ളത്. പക്ഷേ ചെറിയ പറലല്ല, ആൾ ബ്രാല് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ സൈസുള്ള പറലാണ് ആൾ പിടിച്ചു കൊടുത്തിട്ടുള്ളത്. ആൾ കൊടുന്ന ചൂണ്ടൽ കൂടാതെ അവിടെ തന്നെ കണ്ടില്ലേ വേറെ ചൂണ്ടൽ സെറ്റാക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ ഈ ചൂണ്ടൽ കൂടാതെ വേറെ ചൂണ്ടലൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് എറിയാൻ പോവാണ്. ഞാൻ വരുമ്പോൾ തന്നെ ഒരു 2-4 ചൂണ്ടൽ ആളിട്ടുണ്ടായിരുന്നു. ആൾക്ക് 2-3 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വല്ലതും കിട്ടുമോ നോക്കിയൊക്കെ എറിഞ്ഞിട്ട് ആൾ എന്തായാലും എറിയാൻ പോവാണ്. ആളത് കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒത്ത നടുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ കുപ്പി ചൂണ്ടയിൽ ഇത് ഒരു മീൻ അടിച്ചിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. പൊന്തിയാ? വിട്ടേ മീനില്ലേ? ശേ ഗൈസ്, ആ മീൻ നമ്മുടെ ഇന്ന് മിസ്സായി പോയി. പറല് പോയില്ലേ? അതൊക്കെ നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് രണ്ടാമത്തെ ചൂണ്ടയിൽ നോക്കി നോക്കാം. ഗൈസ്, നമ്മുടെ അങ്ങനെ ഇതിലത്തെ ഒരു മീൻ മിസ്സായി. അപ്പോൾ നമ്മൾ വേറൊരു പറലിനെ, അത് നല്ല സൈസുള്ള പറലാണ് കേട്ടോ. അതിൽ കിട്ടുമ്പോൾ 1 കിലോന് പുറത്തുള്ള മീനെ കിട്ടുള്ളൂ. പക്ഷേ ഒരു രസം എന്താ വെച്ച് കഴിഞ്ഞാൽ പറല് ചത്തുപോയതാണ്. പറലിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാണ് നമ്മൾ ഓർക്കണേ. നോട്ടെ പറല് കണ്ടില്ലേ, നല്ല സൈസ് പറല്. ഇതുപോലത്തെ ഒരു 10 കിട്ടാൻ നമുക്ക് വർക്കായിരുന്നു. ട്രാപ്പിൽ കയറിയല്ലേ? വെരി ഗുഡ്. പഠിച്ചോ? അത് ഏറെക്കുറെ കുളത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ സൈഡിലാണ് കുറച്ച് മീൻ അധികം വലുത് നിൽക്കുന്നത് കാണുന്നത്. ഇനി അഥവാ കാറ്റിന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ വരുന്ന വഴിയിൽ വല്ലതും പിടിക്കണമെങ്കിൽ അപ്പം പിടിക്കും. ഗൈസ്, നമ്മളിത് കുറേ ചെറിയ പറല് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മളെടുത്ത് കോർക്കാൻ പോവാണ്. ആ കുളത്ത് കാണിച്ചേ, കണ്ടില്ല, ഇത് കരിമീനെ പിടിക്കുന്ന കുളത്താണ്. അതിൽ നമ്മൾ കല്ലുത്തിന് പിടിക്കാൻ പോകുന്നത്. എന്താ എന്തോ കിട്ടുകയാണെങ്കിൽ തന്നെ കല്ലുത്തിൻ്റെ വയറ് പൊളിച്ചെടുക്കേണ്ടി വരും നമ്മൾ ഈ കുളത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. നമ്മളെന്തായാലും ഒരു കുഞ്ഞെ പറലെടുത്തിട്ട് കുറത്തുണ്ട്. കാരണം കല്ലുത്തി എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുത്തി നല്ല വലിയ കല്ലുത്തി കുടിക്കാനുണ്ട്. കൊടുത്തില്ലേ? നമുക്ക് ഇട്ടോക്കിയൊക്കെ പോയിട്ട് ഇട്. നമ്മളത് ആ മൂലക്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഓടയ്ക്ക് ഒരു മീൻ അടിച്ചില്ലേ, അത് ആ മൂലക്കിൽ കുറേ കല്ലുത്തി കുടിക്കാനുണ്ട്. ചെറുതെന്നല്ല, അത്യാവശ്യം വലിയ കല്ലുത്തികളും. ഇത് പരല് കിട്ടുമൊക്കെ. ഇത് കുറേ ആൾക്കാർ മണ്ണരിയൊക്കെ ഇട്ടുണ്ടായിരുന്നു, എന്നിട്ടൊന്നും പിടിച്ചില്ല. കണ്ടില്ലേ, കല്ലുത്തി എന്ന് പറഞ്ഞാൽ സൈസ് കല്ലുത്തികളാണ് കുടിക്കുന്നത്. അങ്ങനെ സൈഡ് ചേർത്തിട്ട് നോക്കി അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാറിയിരിക്കണം കുറച്ച്. ഞാൻ കുറച്ച് ബാക്കിയേക്കാം. കണ്ടില്ലേ, കല്ലുത്തോട് നല്ല സൈസ് കല്ലുത്തോട് കുടിക്കുന്നുണ്ട്. ചെറുതും വലുതും എല്ലാം ഉണ്ട് കേട്ടോ. ഗൈസ്, ഒരു മീൻ നമ്മുടെ ബൈറ്റ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൊത്തി വലിച്ചു. നമുക്ക് ആ പൊന്ത് കാണുന്നില്ലേ, അത് മയിൽപ്പീലിയുടെ തണ്ടാണ് ഇട്ടുള്ളത്. പക്ഷേ ഒരൊറ്റ വലിക്കൽ തന്നെ കണ്ടുള്ളൂ, പിന്നെ ഒന്നും കണ്ടില്ല. അല്ല അതാ വലിക്കുന്നുണ്ട്.
ആ കല്ലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും അത് ഇല്ല, വലിച്ചില്ല. കല്ലെത്തി ഇതേ കിടന്ന് തിളയ്ക്കണം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. എന്തോരം കല്ലിത്തല്ലേ, രക്ഷയില്ല. അതാ അതാ കണ്ടല്ലേ, അവിടെ സൈസ് കല്ലെത്തി. അയ്യോ അയ്യോ ഊരിപ്പോലെ കണ്ടല്ലേ ഗൈസ്, ഇമ്മാതിരി സൈസ് കല്ലെത്തിന് ഇടുന്ന. അത്ര ചെറുതൊന്നല്ലടാ, ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചു തരാം കേട്ടിട്ടാ. അവനെ പിടിക്കട്ടെ. കണ്ട സൈസ് പറഞ്ഞാൽ നല്ല സൈസ് കല്ലെത്തി നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൈസ് കല്ലെത്തി. ഭാഗ്യമുണ്ട്, ഇവൻ്റെ കുളത്തിലേക്കുന്നത് ചുണ്ടത്ത് തന്നെയാണ്. കണ്ടില്ലേ, അദ്ദേഹം വിഴിഞ്ഞിട്ടില്ല. ദേ അച്ഛൻ ചൂണ്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആൾ വന്നിട്ട് പുറപ്പെട്ടിട്ട് കുറേ നേരമായി, ഇപ്പോഴാണ് എത്തിയത്. അപ്പം നമ്മൾ ചെറിയ കല്ലെത്തിനെ കിട്ടുന്ന നോക്കിയാണ്. പിന്നെ ദേ കൂട്ടുകാരൻ ഇവൻ മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ 2 മീൻ കിട്ടിയിട്ടുണ്ട് ചൂണ്ടയിൽ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ടച്ചതൊക്കെ അവൻ്റെ ചൂണ്ടലാണ്. അല്ല ഇവ ഇവിടെ എടുക്കട്ടെ, തൽക്കാലം ഇവിടെ എടുക്കട്ടെ. ആ വിട്ട ചൂണ്ടലൊരു മീൻ അടിച്ചിട്ടുണ്ട്, നല്ല വലിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. അതാ കുപ്പി. അപ്പം അതിൽ വലിച്ച് നമ്മൾ രണ്ടാമതൊരു ചൂണ്ടിട്ടതിൽ വലിച്ചിട്ടുണ്ട്. കണ്ടാ അതതിലുണ്ട്, വലിച്ചോ ചിറ്റിക്ക. ആ കുപ്പി വലിക്കുന്നുണ്ട്. ആ അത്യാവശ്യം ഒരു തരക്കേടില്ലാത്ത ബ്രാൽ തന്നെയാണ്, അത്ര വലുതല്ല, നല്ല ഇടത്തരം മീൻ. കാണാം നിങ്ങൾക്ക്, കണ്ടാ. ഓ ഭാഗ്യം, ഊരി വീണു. ഇതാ അത്ര ചെറുതൊന്നല്ല, ഒരു 10-250 ഗ്രാം വലിപ്പുണ്ടാവും. കണ്ടില്ലേ, നല്ലൊരു നാടൻ വരാല്, അടിപൊളി സൈസ് വരാല്. ഇതായാലും കേട്ടോ. അപ്പോൾ നമുക്ക് അവന് കിട്ടിയ മീനോടും കാണിച്ചു തരാം. നമ്മളേതേ ഈ മീൻ കിട്ടിയപ്പോൾ ആ പരൽ പോയി. ഇത് വേറൊരു പരലിനെ കുറക്കണം. ഈ സൈസ് സമൃദ്ധി ഉണ്ട് കേട്ടോ അതിലേ. പിന്നെ വലുത് പിടിച്ചാൽ നമുക്ക് ഭാഗ്യം. വൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല, അതൊക്കെ ഓർത്തിട്ടോ. ഇതുപോലെ വല്ല കുപ്പിയിലൊക്കെ ഇട്ടിട്ട് ഓർത്തിട്ടോ. പൊന്തന്നെയാണ് അവൻ്റെ. കണ്ടാ നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ വല്ലതും കിട്ടുമോ നോക്കാം. നമുക്ക് തൽക്കാലം ഈ മീനിനെ അവൻ്റെ വലയിൽ കൊണ്ടുവിടാം. അപ്പോൾ അവന് മുന്നേ തന്നെ 2 മീനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഇതിലാണ് കിടക്കുന്നത്, ചാക്കിൽ. വലയല്ല, ചാക്കാണ്. ഞാൻ അങ്ങോട്ട് നീങ്ങിക്കുന്നുണ്ട്, ഇത് കയ്യിൽ നിന്ന് ചാടി പോകണ്ട ചേട്ടാ. ഇവിടേക്ക് എത്തിക്കോ, കുറച്ച് ദൂരത്തേക്ക്. അവിടെ കെട്ടൊക്കെ കഴിക്കട്ടെ ചാക്കിൻ്റെ. അയ്യോ കണ്ടാ അവന് ഭയങ്കര പടച്ചില്. മീനിനെ കാണാൻ പാകത്തിൽ ഇതാ കണ്ടില്ലേ, അത്യാവശ്യം നല്ല സൈസ് വരാനുള്ള തന്നെ 2 കിട്ടിയുള്ളത് മുന്നേ. ഗൈസ് നമ്മുടെ കല്ലുത്തീനെ ഇട്ടുണ്ടായിരുന്നു, ഇവിടെ ഇട്ടുണ്ടായിരുന്നു. അവൻ ഇവിടെ കെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അവനെ നമുക്ക് പതുക്കെ ഊരി എടുക്കണം. ഇത് അവൻ്റെ സ്റ്റിക്കാണ്. നമ്മൾ ചെറിയ കുളത്തൊന്നും കൊടുത്തിട്ടില്ല, നമുക്ക് ചെറിയ കുളത്തുണ്ടായിരുന്നു, പക്ഷേ അത് കെട്ടാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് മെല്ലെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഇതിൽ കൊണ്ടുപോയി ഇടാൻ പോവാണ്. നമുക്കിത് വീണ്ടും ഒരു കല്ലുത്തീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇട്ട് നോക്കാം, കാരണം ഇവിടെ കുടിക്കുന്നതൊക്കെ ഇതേക്കാൾ സൈസ് ഉള്ളതുണ്ട്. ഈ സൈസൊക്കെ കുറേ ഉണ്ട്. നമുക്ക് ഇതിനെ ഇതിൽ തന്നെ ഇടാം. ഗൈസ് ഇത് കണ്ടോ, നമ്മൾ വീണ്ടും അടുത്തൊരു പരല് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഇട്ടോക്കാം. നേരെ ഇവിടെ ഇത് കുറച്ച് മേലേക്ക് കയറ്റണം. തരി താഴത്തേക്ക് പോയാലും നമുക്ക് തോനെ വലിയ കിട്ടുള്ളൂ. ഇത് അധികം എത്തുമ്പോൾ കുറേയൊക്കെ മറ്റേ പരലാണ് കൊത്തി കൊണ്ടുപോണത്. അതിൻ്റെ പരൽ തന്നെ കൊത്തി തിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കൊത്തുന്നുണ്ട്, വലിക്കുന്നുണ്ട്. അതെടുത്ത് നീ കൂട്ടി. ഗൈസ് ഇവിടെ 2 ചൂണ്ടൽ നമ്മുടെ കൊത്തി വലിച്ചിരുന്നു. ഉണ്ടല്ല, എന്നാൽ അവിടെ ഇട്, നോക്കി നോക്കാം. കുറച്ച് കഴിഞ്ഞാൽ പരല് പോയില്ലെങ്കിൽ അത് വീണ്ടും പിടിക്കും. അച്ഛാ അത് ഓടിപ്പോണം കാറ്റിനെ. നമുക്ക് രക്ഷയില്ല ഗൈസ്. ആ പരലിനെ അത് കൊണ്ടുപോയി. നമുക്ക് നമ്മുടെ ചൂണ്ടയിൽ കല്ല് തുടങ്ങി നോക്കി നോക്കാം. ഗൈസ് നമ്മുടെ ചൂണ്ടൽ ഇത് കൊത്തി ഭയങ്കര വലിയാണ്, പക്ഷേ ഒരു രക്ഷയില്ല. കണ്ടില്ലേ, അതിനെ കല്ലുത്തി കൊണ്ടുപോയി. ആ പരലും കല്ലുത്തി കൊണ്ടുപോയി.
നമുക്കപ്പോൾ വേറെ കൊടുത്തിടാം. ഇവിടെയൊക്കെ വെയിലായി തുടങ്ങി, പരലൊക്കെ ചാവും തോന്നുന്നുണ്ട്. ഗൈസ് ഇതാ അതിനൊരു നല്ലൊരു സൈസ് വരാല്ലേ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ നല്ല സൈസ് വരലാണ് കേട്ടോ. അതിനൊക്കെ പോള കിട്ടുന്നുണ്ടല്ലേ, അത്രയും നല്ല സൈസ് വരാലാണ്. പതുക്കെ പൊന്തിച്ചെടുത്തോ, അത് നല്ല വലിയ മീന. എടാ പൊന്തിച്ചെടുത്തടാ, അത് നല്ലത്. കൊടയ്ക്കണ്ട മീനെ കൊണ്ട്. ആണ്ടാ 1 കിലോനെ എടുക്കേ. 1 കിലോനൊക്കെ ഉണ്ടാവും. ഇത് 900 എന്നല്ല, ഇത് 1 കിലോന് വേണ്ടാവും. കണ്ടില്ലേ നല്ല സൈസ് വരാലേ. കാണിച്ചാ കണ്ടില്ലേ, കയ്യിൽ പിടിച്ച ഒതുങ്ങില്ല, അമ്മമാര് സൈസ് സാധനം. വയറുള്ള കണ്ടില്ലേ, നല്ല അടിപൊളി സൈസ് സാധനം കേട്ടോ. ഗൈസ് നമ്മുടെ മീൻ കുളത്ത് വിഴിഞ്ഞു പോയി. അതിൻ്റെ അണ്ണാക്കിൽ കൊണ്ടുപോയി വെച്ചേക്കുക, വയറ്റിക്ക് ഇറങ്ങി പോയി തോന്നുന്നുണ്ട് കേട്ടോ മോനെ. അതായിരിക്കണം കുളത്ത് അണ്ണാക്കിലേക്കുണ്ട്. പ്ലെയറിനൊക്കെ എടുത്തെടുക്ക്. നമ്മളിതേ നമുക്ക് പരലിട്ടില്ല കണ്ടില്ലേ, കല്ലുത്തിയിലാണ് ഓർക്കണത്. അല്ല നല്ല പടയ്ക്കണ കല്ലുത്തി. ഇത് കറക്റ്റാക്കിയിട്ടില്ലേ. ഗൈസ് അത് നമ്മുടെ കുറച്ച് നേരത്തെ പ്രയത്നത്തിലൂടെ കണ്ടില്ലേ, ഇത്രയും കല്ലുത്തി നമുക്ക് ആ ചൂണ്ടയിൽ കിട്ടി. കുറഞ്ഞതൊരു 10 രൂപത്തിന് മേലെ ഇടയില്ലേ. അത്ര ചെറുതൊന്നല്ല, നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. നല്ല സൈസ് കല്ലുത്തിയുള്ളൂ. അവരിത് അവിടെ ചൂണ്ടയിടുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്. ഞാനിത് ഈ മരത്തിൻ്റെ കടയ്ക്ക് വന്നിട്ട് ഇടുക മാത്രം. അച്ഛൻ അപ്പുറത്ത് ഗണ്ണൊക്കെ ആയിട്ട് പോയി നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഈ വെയിലത്ത് പൊന്തും തോന്നുന്നില്ല. നമുക്കിത് ഇവിടെ കുറേ കല്ലുത്തി കുടിക്കുന്നുണ്ട്. ഈ കല്ലുത്തിയിൽ കിട്ടുമോ നോക്കിയൊക്കെ നമുക്ക്. ഗൈസ് നമ്മുടെ കണ്ടില്ലേ മണ്ണര കൊടുത്തിട്ടുള്ള പരിപാടി കഴിഞ്ഞ് പരല് കൊടുത്തിട്ട് കല്ലുത്തി പിടിക്കണത് കുറഞ്ഞു. അപ്പം ഇനി ഈ മണ്ണര ഇട്ടിട്ട് പോട്ടാനെ ഇട്ട് നോക്കി നോക്കണം. പോട്ടാനെ ഇട്ട് കഴിഞ്ഞാൽ ചൂണ്ടിട്ടിട്ട് വിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല വലിയ ബ്രാലിനെ പിടിക്കും. അപ്പോൾ അതേ പരല് കൊടുത്തിട്ട് കണ്ടില്ലേ, പരലല്ല ഇര കൊടുത്തിട്ട് പൂട്ടനെ പിടിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുമോ നോക്കി നോക്കാം. ഇതാ നമ്മുടെ ഇട്ട ഒരു ചൂണ്ടലും കൂടി വലിച്ചുകൊണ്ടുണ്ട്. അതതിലുണ്ട് ഗൈസ്. ഞാൻ തൊട്ടടുത്ത് പോയിട്ട് കാണിച്ചു തരാം. സൈസുള്ള മീൻ കേട്ടോ മോനെ. ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. എടുക്ക്, വലിക്ക്. സാധനം വരുന്നുണ്ട്. എന്തൊരു മടലൊക്കെ എടുക്കണ്ടല്ലോ അവിടെ. അത് പൊന്തിച്ചിട്ടോ, തറ ചെറുതൊന്നുമല്ല. ഇതാണോ ചെറുതെന്ന് പറഞ്ഞേ. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഒരു മീൻ കൂടി അടിച്ചിട്ടുണ്ട്. വാവ്, ഓക്കെ ഗൈസ്. നമ്മൾ നേരത്തെ ചൂണ്ടയിൽ ഇതേ ഒരു പോട്ട കിട്ടിണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോട്ടയാണ് ബൈറ്റ് ഇടാൻ പോകുന്നത്. പരലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. നമുക്ക് ഞാൻ പോട്ടേനെ ഒന്ന് കാശ് ചെയ്ത് നോക്കി നോക്കാം. അപ്പം അറിയാം നമുക്ക് അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ഇപ്പം അറിയാം. ഓക്കെ കണ്ടില്ലേ, അത്രയും ദൂരം കുളത്തിൻ്റെ ഏറെക്കുറെ അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇത് നമുക്ക് വീണ്ടും ഒരു കല്ലുത്തി. ചെറുതെന്നല്ലാണ്ടാ, അത്യാവശ്യം വലിയ സൈസുള്ള കല്ലുത്തിയാണ്. എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ അത്ര വലിപ്പമുണ്ട്. ഒരു കല്ലുത്തി കൂടി കിട്ടി. ഇത് നമുക്ക് വീണ്ടും അത്ര വലുതെന്നല്ല, ചെറുതല്ലാത്ത ഒരു കല്ലുത്തി കിട്ടിയിട്ടുണ്ട്. അത്ര വലുതല്ല അത്ര ചെറുതല്ല, മീഡിയം സൈസ്. കണ്ടില്ലേ. കേസാണ് നമ്മളിത് ഒരു പോട്ട കൂടി കൊടുത്തിട്ടാണ്. നല്ല കാറ്റുണ്ടാക്കണ്ട, അധികം ദൂരം പോയില്ല. അത് ഇവിടെ തന്നെ വീണു. ഗൈസ് ഇവരിവിടെ മീൻപിടുത്തം തുടരുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മീൻപിടുത്തം ഇവിടെ അവസാനിച്ചു. നമുക്ക് കുറച്ച് കല്ലുത്തി അധികം കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ഒരു കല്ലുത്തി, 1 കിലോ അടുക്ക കല്ലുത്തി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇപ്പോൾ കണ്ട കുറേ ചെറുമീനുകളെ കോർത്തിട്ട് എറിയണത് കണ്ടില്ലേ. കുറേ പരലുണ്ട്, അതുപോലെ തന്നെ കരുവാത്തി ഉണ്ട്, എല്ലാം കൂടി ചേർത്തിട്ടാണ് എറിയണത്. അപ്പോൾ ഇവിടെ മീൻപിടുത്തം തുടരുകയാണ്. നമ്മുടെ ഫോണിലെ ചാർജ് ഏറെക്കുറെ ഒരു 10% അടുക്ക് ആവാനായി. അപ്പോൾ ഞാൻ ഇപ്പോൾ കിട്ടിയ അത്രയും മീനോടെ വേഗം കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പതുക്കെ പോകാൻ നോക്കുകയാണ്. ഗൈസ് ഇതാ നമുക്ക് കിട്ടിയ ബ്രാലുകൾ. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കിട്ടിയ ബ്രാല് വിനീഷിന് ചൂണ്ടൽ കിട്ടിയാണെന്ന്.
കണ്ടില്ലേ, അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല 1 കിലോന് മേലുള്ള മീനുണ്ട്. പിന്നെ ചെറുതര ഒരു 300-400 പോകുന്ന ഒരു 2 നാളുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ നമുക്ക് കിട്ടിയ കല്ലുത്തിന് കാണിച്ചു തരാം. നമ്മൾ വെട്ടാനായിട്ട് പിടിച്ച പരല് നമ്മൾ ഇവിടെ തന്നെ ഉപേക്ഷിക്കാൻ പോവാണ്. പിന്നെ ഇതിൽ കുറച്ച് കല്ലുത്തികളുണ്ട്. നമുക്ക് കിട്ടിയ വലിയ സൈസ് കല്ലുത്തികൾ ഇതേ കിടക്കണ്ട കാണിച്ചു തരാം. കണ്ടാ നല്ല സൈസ് കല്ലുത്തികൾ, കുറച്ചൊന്നല്ല. കണ്ടാ ഇത് കഷ്ടി ഒരു 10-20 എണ്ണത്തിൻ്റെ മേലുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.